സത്യത്തിൽ ഈ സിനിമ ഞാൻ കാണാനിടയായ കാരണം പറഞ്ഞാൽ തന്നെ പടം സ്പോയിലർ ആകും. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു സ്പോയിലർ കിട്ടിയിട്ട് കണ്ടാൽ പോലും നിങ്ങൾക്കിത് വെർത്തായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമേ അത് മുൻകൂർ ജാമ്യമായിട്ട് പറയുകയായിരുന്നു. ലോക എന്ന സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകങ്ങളിൽ ഒന്നാണ് ആ ഒരു ക്യാരക്ടർ ചന്ദ്രയുടെ ഒരു പ്രത്യേകത. അവരിടക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലം മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. അത് സംഭവിക്കാതെ വന്നാൽ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ആൾക്കാർക്ക് ആകാംക്ഷയും സംശയമൊക്കെ തോന്നാം. അതുകൊണ്ടുകൂടിയാവും അവര് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഉയരങ്ങളിലൂടെ പല നാടുകൾ താണ്ടി പോകുന്നത്. ലോകയുടെ സംവിധായകൻ ഡൊമിനിക് അരുൺ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ലോകയിലേക്ക് എത്താൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ദ മാൻ ഫ്രം എർത്ത് എന്നുള്ളത്. ഈ പടത്തെ കുറിച്ച് ഞാൻ കുറെ കാലമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന കൊണ്ടാണ് ഞാൻ ഈ പടം കാണാൻ തീരുമാനിച്ചത്. സോ 2007 റിലീസായ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ റിച്ചാർഡ് ഷെങ്ക്മാൻ സംവിധാനം ചെയ്ത ദ മാൻ ഫ്രം എർത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 10 വർഷമായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്തതിനു ശേഷം പ്രൊഫസർ ജോൺ ഓൾഡ്മാൻ ആ ഒരു സ്ഥലത്തോടും തന്റെ കൊളീഗ്സിനോടും ഒക്കെ വിട പറഞ്ഞുകൊണ്ട് മറ്റൊരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അതിലൊരാള് ബയോളജിസ്റ്റ് ആണ്, വേറൊരാള് ആർട്ട് ഹിസ്റ്ററി പ്രൊഫസർ ആണ്, പിന്നെ ഒരാള് ആർക്കിയോളജിസ്റ്റ് ആണ്, വേറൊരാള് ചരിത്രകാരിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥലത്ത് നിന്നും വിട പറയുന്നതെന്ന സുഹൃത്തുക്കളുടെ ആ ഒരു ചോദ്യത്തിന്റെ നിർബന്ധത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണ് ഈ സിനിമ. നമ്മുടെ കിളി പറത്തുന്ന ഒരു ആശയവുമായിട്ട് വന്ന ഒരു സിനിമയാണിത്. ഒരു മനുഷ്യൻ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പറയുന്നു, അത് തമാശയാണോ അയാൾക്ക് വട്ടായതാണോ എന്നൊക്കെ കേൾക്കുന്നവർക്ക് സംശയം തോന്നാം. അതും കേൾവിക്കാരൊക്കെ വിവിധ ശാസ്ത്ര മേഖലകളിൽ പ്രഗത്ഭരായവരുമാണ്. സോ സയന്റിഫിക്കലി ആരെയും കബളിപ്പിക്കാനൊന്നും അങ്ങനെ സാധിക്കില്ല. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജോണിന്റെ കയ്യിൽ കൃത്യമായ ഉത്തരവും ഉണ്ടായിരുന്നു. അങ്ങനെ തമാശ എന്ന രൂപേണ തുടങ്ങി പിന്നെ മുറുകി വരുന്ന ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പോക്ക്, അത് തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കരുത്തും എന്ന് പറയാം. അതും ഒരു മുറിയും അവിടെ കുറച്ച് ആൾക്കാരും തമ്മിലുള്ള കുറെ നേരത്തെ നീണ്ട സംഭാഷണവും മാത്രമാണ് ഈ പടത്തിലുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ഒരു കഥ വായിക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുകയില്ലേ, അതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഈ സിനിമ നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മടുപ്പിക്കാതെ പടം കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഈ 12 ആംഗ്രി മാൻ പോലെയുള്ള ക്ലാസിക് പടങ്ങൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സിനിമയാണത്. അതുപോലെ നമ്മളെ സങ്കല്പങ്ങൾ കൊണ്ട്, അതും വെറും സംഭാഷണങ്ങൾ കൊണ്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ചലച്ചിത്ര അനുഭവം നൽകുന്ന ഒരു സിനിമയാണിത്. ഒപ്പം ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സും പടം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നിങ്ങളൊരു ഭയങ്കര വിശ്വാസിയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസങ്ങളെ പോലും ചിലപ്പോൾ ഇത് ചോദ്യം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസിനൊക്കെ അത്ര താല്പര്യമുള്ള ഒരു പടമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഓവറായിട്ട് ആരെയും നെഗറ്റീവ് ഫീൽ നൽകാതെ ബാലൻസ് ചെയ്ത്, അതും ഇങ്ങനെ സയൻസും മിത്തും വിശ്വാസവും ഇതിനെല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് ബാലൻസ് ചെയ്തേക്കുന്ന ഒരു സൈഫൈ പടം എന്ന് പറയുന്നത് അതൊരു അസാധ്യ തിരക്കഥയുടെ മാജിക് തന്നെയാണെന്ന് പറയാതെ വയ്യ. അത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ജെറോം ബിഗ്സ്ബി എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. 1960കളിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയമാണ്. പക്ഷെ അത് മനസ്സിൽ വെച്ച് കിടന്ന് അത് പൂർണ്ണമായിട്ടും ഒരു തിരക്കഥയുടെ രൂപമാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ 1998 ഏപ്രിലാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ തിരക്കഥയുമാണിത്. പുള്ളിയുടെ മകനാണ് പിന്നീട് സംവിധായകൻ റിച്ചാർഡ് ഷെങ്ക്മാൻ ഇത് സിനിമയാക്കാനായിട്ട് കൊടുത്തതും. അതും ഇത് സംഭവിച്ചത് വളരെ ചെറിയ ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച താരങ്ങൾക്കൊക്കെ റിഹേഴ്സൽ നൽകിയതിനു ശേഷം 8 ദിവസം കൊണ്ടെങ്ങാണ്ടാണ് പടത്തിന്റെ ഷൂട്ടിംഗും പൂർത്തിയാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ പടം ഉണ്ടായതെന്ന് പറയാം. ഡേവിഡ് ലീ സ്മിത്ത് എന്ന നടനാണ് ഇതിലെ നായകൻ. ജോൺ ഓൾഡ്മാൻ ആയിട്ട് വന്നിരിക്കുന്ന കിടിലം പെർഫോമൻസ് ആണ്. പുള്ളിയുടെ മാത്രമല്ല, ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരുടെയും നല്ല പെർഫോമൻസ് സിനിമയിലുണ്ട്. ഈ പടത്തിന്റെ റിലീസിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം ഫിലിം ഫെസ്റ്റിലോ മറ്റോ മാത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു 2007 ഒക്ടോബറിൽ. പിന്നെ നവംബറിൽ തന്നെ പടത്തിന്റെ DVD ഇറങ്ങുകയും, എന്നാൽ DVD പോപ്പുലർ ആകുന്നതിന് മുമ്പ് അതിനുശേഷം ഇതിന്റെ പൈറേറ്റഡ് സൈറ്റുകളിലൂടെ പടത്തിന്റെ വ്യാജ പതിപ്പ് വളരെ വേഗം പ്രചാരം നേടുകയായിരുന്നു. അങ്ങനെ ടൊറൻസിലൂടെ ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾക്കിടയിലേക്ക് പബ്ലിസിറ്റി ലഭിച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ബിറ്റൊറന്റിന് നന്ദി വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആരാധകരോട് ഇതിന്റെ DVD ഇനി പർച്ചേസ് ചെയ്യണം എന്നും പറഞ്ഞു അദ്ദേഹം. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. ഇതിന്റെ പിക്ചർ ക്വാളിറ്റി പിന്നെ ഒരു കളർ ടോൺ ഒന്നും അത്രയ്ക്ക് ആകർഷണീയമല്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഒരു ക്വാളിറ്റി പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. 2007 സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ പിക്ചർ ക്വാളിറ്റി ഒക്കെ മികച്ചതായിട്ടുള്ള ഒരു കാലഘട്ടവുമാണ്. പക്ഷെ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 90s ആദ്യം അല്ലെങ്കിൽ 80s ഒരു സിനിമയുടെ പ്രിന്റിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല, അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ കണ്ടന്റ് ആണ് കിങ് എന്നുള്ളത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ പടത്തിന്റെ പോപ്പുലാരിറ്റി. പിന്നെ ഒരുപാട് ഡയലോഗുകൾ പടത്തിലുണ്ട്. സംഭാഷണങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പോസ് ചെയ്തൊക്കെ വെച്ച് സബ് ടൈറ്റിലൊക്കെ കൂടുതൽ വായിച്ച് എല്ലാം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വരും. പടത്തിന്റെ ലെങ്ത് കുറവാണെങ്കിൽ പോലും ചിലർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
ഇതിന്റെ മലയാളം സബ്ടൈറ്റിലൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയില്ല, ഞാൻ കണ്ടില്ലെങ്കിലും. മൊത്തത്തിൽ ഒരു ഗംഭീര സിനിമയാണ്, എക്സലന്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. തീർച്ചയായിട്ടും ഓരോ സിനിമാ പ്രേമികളും സിനിമയെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നവരും എല്ലാം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ പറയും. ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആശയമൊക്കെ ഇനി ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. സോ അത്തരത്തിലുള്ളൊരു ബ്രില്യൻറ്റ് വർക്കാണ്, മസ്റ്റ് വാച്ച് ആണ്. പടം നിങ്ങൾക്ക് പ്ലെക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കുറേ പ്രിന്റുകൾ കിടപ്പുണ്ട്, അങ്ങനെയും കാണാൻ പറ്റും. 1 മണിക്കൂർ 28 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.